കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയായ ഫയർഫ്ലൈസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് സപ്ത 2.0 ഒരു ശബ്ദചിത്രം. യൗവനകാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മനോഹരമായ എന്നാൽ അതിലേറെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് പ്രധാനമായും ഈ കാലയളവിലാണ്. യുവതലമുറയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഫയർഫ്ലൈസ്. യുവജനങ്ങൾക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ സപ്ത 2.0 എന്ന പേരിൽ 7 ദിവസം നീണ്ടുനിന്ന ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. കാസർഗോഡ് നടന്ന സപ്ത 2.0 ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. ഫയർഫ്ലൈസിന്റെ കോ-ഫൗണ്ടർ PC അർഷിൽ. ഫയർഫ്ലൈസ് ഒരു യൂത്ത് എംപവർമെന്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ കാസർഗോഡാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ സപ്തയിൽ 20 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാസർഗോഡിനെ ഫോക്കസ് ചെയ്യുമെങ്കിൽ പോലും അതിൽ അവസരം കിട്ടുന്നത് ആക്ച്വലി കാസർഗോഡുള്ളവർക്ക് മാത്രമല്ല, കാസർഗോഡുള്ള യൂത്തിൻ്റെ ഇടയിലുള്ള ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അവസരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇതിൻ്റെ പാർട്ടിസിപ്പേറ്റ്സ് ആണ്. ആ ഒരു ഇൻ്റഗ്രേഷൻ സംഭവിക്കുമ്പം അവിടുത്തെ എക്സ്പീരിയൻസ് കൂടെ ഇങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു സാധനമാണ് നൽകുന്നത്. പിന്നെ ഇപ്പോൾ 20 ഏകദേശം 10ഓളം പാർട്ടിസിപ്പൻറ്റ് ഔട്ട് ഓഫ് കാസർഗോഡാണ്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഔട്ട് ഓഫ് കേരള ഉണ്ടായിരുന്നു, ഉത്തർപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ പൂരിയിൽ നിന്നൊക്കെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നമ്മളെ കുട്ടികൾക്ക് ലാംഗ്വേജ് ഒരു ചെറിയൊരു ബാരിയർ ആയതുകൊണ്ട് ഇപ്രാവശ്യം അത് നമ്മൾ ലിമിറ്റ് ചെയ്തു. പക്ഷേ കേരളത്തിലുള്ള എല്ലാവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ നിന്നുള്ള അതുമാത്രമല്ല, മലയാളം മനസ്സിലാവുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് വളണ്ടിയറിംഗ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കേരള ഗവൺമെന്റിന്റെ കേരളീയം പ്രോഗ്രാമിൽ നമുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാന്താരി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ഫെലോഷിപ്പ്, അവരുടെ ഒരു ഓർഗനൈസേഷൻ അവരൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൊമോട്ടിംഗ് വളണ്ടിയറീസ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്. അതായത് ആളുകൾക്ക് വളണ്ടിയറിസം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അതുവഴി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സപ്ത ക്യാമ്പിൽ പങ്കെടുത്ത കാസർഗോഡ് സ്വദേശി വൈശാഖ്. ഞാൻ ഗ്രാജുവേറ്റഡ് ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസത്തോളം ആകുന്നു. ഈ ഒരു സമയത്ത് ഞാനും കുറച്ച് സ്ട്രഗിളിങ് പീരീഡിലാണ് നിൽക്കുന്നത്. എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ മുന്നോട്ട് പോകണ്ടേ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളും, ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ക്യാമ്പ് അറിയുന്നത്. NSS ക്യാമ്പ് മോഡലായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം എക്സ്പെക്ട് ചെറിയ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വാല്യുബിൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ എത്രത്തോളം എമ്പതറ്റിക് ആവാൻ പറ്റൂ, എത്രത്തോളം ചുറ്റുമുള്ള ആൾക്കാരോട് ദയയോടെ അല്ലെങ്കിൽ കരുണയോടെ പെരുമാറാൻ പറ്റൂ. അതാണ് ഞാൻ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയൊരു വലിയ പാഠം. അബിയേട്ട നാടൻ പാട്ടിൻ്റെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു 2-3 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ ആരോട് ഞാൻ ചോദിച്ച സമയത്ത് അറിയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതൊരു പ്രൊഫഷൻ ബേസ് തന്നെ കൊണ്ടുവന്ന സംഭവങ്ങളാണ്. പുള്ളീൻ്റെ ആ ഒരു വോയിസ് മോഡുലേഷനും പുള്ളീൻ്റെ ആ ഒരു പെർഫെക്ഷനും എല്ലാം പക്ക ആ ഒരു ലെവലാണ്. അപ്പോൾ എത്രയോ പൈസ വാങ്ങി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഫയർഫ്ലൈസ് ആയിട്ടുള്ള കണക്ഷൻ വെച്ചുകൊണ്ട് പുള്ളി ഇവിടെ വന്ന് ഫ്രീ ആയി ചെയ്തു തന്നു എന്നാണ് അറിയാൻ പറ്റി. ഫയർഫ്ലൈസിന്റെ വളണ്ടിയർ ഫാത്തിമ മുഹ്സിന. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി BSc സൈക്കോളജി ആയിരുന്നു. സ്റ്റിൽ MSW പഠിച്ചുകൊണ്ടിരിക്കുന്നു MG യൂണിവേഴ്സിറ്റിയിലെ. സ്പെഷ്യലൈസേഷൻ ഡിസേബിലിറ്റി ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ ടീം വർക്കിൽ ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിച്ചു. ഓരോ പാർട്ടിസിപ്പന്റിനും അതൊരു എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് വരെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയി. അതുകൊണ്ട് തന്നെ അവരെ ഒരു ടീം എഫേർട്ട് കാര്യങ്ങളും ഒക്കെ അറിയാൻ തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ഇവർക്കൊപ്പം തന്നെ വളണ്ടിയറിംഗ് ആയിട്ട് ഈ സബ്ജക്ട് വന്നിട്ടുള്ളത്. ഒരു ടീം വർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇനിയും അങ്ങോട്ട് വളണ്ടിയറിംഗ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. PC അർഷിൽ തുടരുന്നു. ഫയർഫ്ലൈസ് ആക്ച്വലി ഒരു NGO ആണ്. ഇനീഷ്യലി നമ്മൾ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്തു. പിന്നെ അതിനുശേഷം സമൂഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്തു. ഇപ്പോൾ യൂത്ത് എംപവർമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ
കുറച്ച് വൾണറബിലിറ്റീസ് ഒക്കെ ഉള്ള സപ്പോർട്ട് വേണ്ട യൂത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സപ്ത. നമ്മൾ പാർട്ടിസിപ്പൻസ് ഒക്കെ കൂടുതലും വൾണറബിൾ ആയിട്ടുള്ള ഫാമിലീസിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിന് പല സെഷൻസിനും കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന മാനസികാരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ട്രെയിനിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഇത് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ സപ്ത എന്ന് പറയുന്നത്, ഈ 7-day ജേണി എന്ന് പറയുന്നത് അവർക്ക് ഇവിടെ വരുന്ന യൂത്തിന് അവരുടെ ഒരു ഗോള് കണ്ടെത്താനും അതുപോലെ തന്നെ അവരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് അവരിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ പേഴ്സണലി എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വോളണ്ടിയേഴ്സ് അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് പോയിന്റ് ആയിരുന്നു ആക്ച്വലി സപ്ത. പല ആളുകൾ അവരുടെ കരിയറിൽ തന്നെ പലതരത്തിലുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറിയൊക്കെ പോയിട്ടുണ്ട്. സപ്ത സഹവാസ ക്യാമ്പിൽ പങ്കെടുത്ത റിസോഴ്സ് പേഴ്സൺ ബബിത. നമ്മള് സെഷനിൽ പ്രധാനമായും കവർ ചെയ്തത് നമ്മുടെ ജെൻഡർ റോൾസ് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും, പിന്നെ കൂടുതലും മെൻസ്ട്രേഷനെ പറ്റിയാണ് സംസാരിച്ചത്. മെൻസ്ട്രേഷൻ ഇപ്പോഴും ഒരു ടാബു ടോപ്പിക്കാണ്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ നമ്മൾ ബോഡി ഓട്ടോണമിയെ പറ്റി സംസാരിക്കും, പലതരം പ്രോഡക്റ്റുകളെ പറ്റി സംസാരിക്കും, ഇതിന്റെ സോഷ്യോ ഇക്കണോമിക് റെലവൻസിനെ പറ്റി സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് മോഡായിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ റെസ്പോൺസസ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതായിട്ടാണ് സെഷൻ ഡിസൈൻ ചെയ്തിരുന്നത്. അത് ആക്റ്റീവ്ലി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ മെൻസ്ട്രേറ്റേഴ്സും നോൺ മെൻസ്ട്രേറ്റേഴ്സും ഒരുമിച്ചിരുന്നതിനെ പറ്റി സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എലമെന്റ് ആയിട്ട് കാണുന്നത്. സാധാരണ മെൻസ്ട്രേഷനെ പറ്റി സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾ എന്ന് എടുത്ത് മാറ്റി നിർത്തി സംസാരിക്കുകയും മറ്റ് ഒരു വിഭാഗം ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ഉപരി മെൻസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരാണ് എന്ന് അതിൽ നിന്ന് തുടങ്ങും. അത് സ്ത്രീകൾ സമം മെൻസ്ട്രേഷൻ എന്നുള്ളൊരു സമവാക്യത്തിൽ ഉപരിയായിട്ട് ആരൊക്കെയാണ് മെൻസ്ട്രേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അവരുടെ എങ്ങനെയാണ് ആ ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നത്, അതിന്റെ സോഷ്യോ എലമെന്റ് എന്താണ്, അതിന്റെ കൾച്ചറൽ എലമെന്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്യാമ്പിൽ പങ്കെടുത്ത കണ്ണൂർ സ്വദേശി അശ്വന്ത് ക്യാമ്പ് അനുഭവങ്ങൾ പങ്കിടുന്നു. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പരിപാടി ചെയ്തായിരുന്നു. ഒരു ചട്ടി എടുത്തിട്ട് മുന്നിലേച്ചിട്ട് മുകളോട്ട് പൊക്കി താഴോട്ടിടും. അപ്പോൾ ചട്ടി പൊട്ടി. അപ്പോൾ ഈ ചട്ടിയിൽ ഇനിയിപ്പം എന്താ ചെയ്യാൻ പറ്റുക? അതുപോലെ നമ്മുടെ ജീവിതം അല്ലെ, ഒന്ന് തകർന്നാൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നാൽ നമുക്കത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കിയുന്ന തരത്തിലേക്ക് ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ പൊട്ടിയ ചട്ടി വെച്ച് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ചട്ടി വെച്ചിട്ട് ഒരു ചെറിയ കലാരൂപം പോലെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി. അതുപോലെ നമ്മൾ ഫയർഫിക്സിന്റെ ലോഗോ ഉണ്ടാക്കി. അപ്പം അതിലും മനസ്സിനിപ്പോൾ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു രീതിയിലേക്കായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഫയർഫ്ലൈസ് കോ ഫൗണ്ടർ ഗൗതം. നമ്മളിപ്പോൾ 5 വർഷത്തോളമായി ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പലർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്താണ് ഫയർഫ്ലൈസിന്റെ റെലവൻസ് എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇപ്പോൾ യൂത്ത് ഫേസ് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫേസാണ്. നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഇനിയുള്ള നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഡിസിഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ റൈറ്റിലേക്കാണെങ്കിൽ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഡ്രഗ്സോ അല്ലെങ്കിൽ ക്രൈമിലോട്ടോ പോകാനുള്ള ചാൻസസും കൂടുതലാണ്. ഒരുപാട് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഈ സമയത്തുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്ന സൈൻ ബോർഡ്സ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഫയർഫ്ലൈസ് അങ്ങനെ ഒരു റോളാണ് യൂത്തിൻ്റെ ഇടയിൽ പ്ലേ ചെയ്യുന്നുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മെൻ്റൽ ബ്രേക്ക് ഡൗൺസിലിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പോലുള്ള യൂത്തിന് ലൈഫ് എന്നുള്ളത് ചലഞ്ചസ് മാത്രമല്ല, നമ്മളെ കേൾക്കാനും നമുക്ക് പുതിയ ഹോപ്പ് ഇൻസ്റ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഫയർഫ്ലൈസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. യൂത്തിൻ്റെ ഇടയിൽ ക്രൈം, അഡിക്ഷൻ, മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക, അതിനുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും സ്ട്രാറ്റജീസും കൊണ്ടുവരിക, അതൊക്കെയാണ് ഫയർഫ്ലൈസിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത ഷിഫയുടെ പ്രതികരണം. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫൈനൽ ഇയർ ബിടെക് വിദ്യാർത്ഥിനിയാണ്. വാട്ട് ഐ എക്സ്പെക്ടഡ് ഫ്രം ദിസ് ക്യാമ്പ് ഈ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കോൺഫിഡൻസ് ലെവൽ ഒരു ഇച്ചിരി താഴെയായിരുന്നു. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, ഒരുപാട് പിള്ളേർ പോലെ ഈ ഒരു യൂത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആൻഡ് അതുപോലെ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിരുന്നു ഒരു ടൈമിൽ. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ 7th ഡേ വരെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ ടീം മെമ്പേഴ്സും നമുക്ക് എത്രത്തോളം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ രീതിയിലും. നമ്മളെ നോർമൽ ഡേയ്സ് പോലെ തന്നെ ഇതിന്റെ ഇടയിലും 7 ഡേയ്സിന്റെ ഇടയിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്.
അതിൽ നിന്ന് ഇത്രയും കാലത്തേനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് വരാനും ഒരുപാട് സെഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, പേഴ്സണലി ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും 20 സ്റ്റുഡൻസിനും അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇന്നിപ്പോ ഈ 7th ഡേ ആയിട്ട് ഞാനിവിടെ നിൽക്കുമ്പം ഞാനിപ്പോ ഈ ഒരു മൈക്കിന് മുന്നിലാണ് സംസാരിക്കുന്നത്. ഇതിന് ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. ഒരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു 7 ദിവസം എത്രത്തോളം ഒരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ ഡാൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. 2 ദിവസം മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ബാൻഡായിരുന്നു. അപ്പൊ നോർമൽ ബാൻഡ്സിനെ പോലെ അല്ലാതെ നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പേഴ്സണലി ഓരോരുത്തർക്ക് എവിടെയാണ് ഫോൾട്ട് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്ത് ലൈക്ക് ഇപ്പൊ എനിക്ക് അത്ര ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു ഗ്രൂപ്പിനെ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ ഒരു ഡേ വരെ ഭയങ്കര നോൺ ജഡ്ജ്മെന്റൽ ആണ്. നമുക്ക് എന്തും തുറന്നു പറയാം. നമ്മുടെ വേദനകളായാലും വിഷമങ്ങളായാലും സന്തോഷമായാലും അത്രയും ഉള്ളു തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. സോ സപ്ത ആൻഡ് ഇത് കണ്ടക്ട് ചെയ്ത ഫയർഫ്ലൈസ് ആൻഡ് ടീം എന്ന് പറയുന്നത് ലൈക്ക് ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ പേഴ്സണലി ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ട്രോമാസ് അതാണ് ഞങ്ങൾ ഇന്നും അലട്ടിക്കൊണ്ടിരിക്കണെന്നുള്ളത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പലരും അറിയുന്നത്. അതിപ്പോഴും നമുക്ക് റിക്കവർ ആവാണ്ട് നമ്മൾ കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം അറിയാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് കേൾക്കാനും പറയാനും ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്നും ഒരുപാട് നല്ല മനസ്സുകളും കൂടെ ഉണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫയർഫ്ലൈസിന്റെ ടീം മെമ്പർ കാസർഗോഡ് പരപ്പ സ്വദേശിനി സ്നേഹ. നമ്മൾ ഈ 7 ദിവസം കൊണ്ട് ഒരു ഇൻഡിവിജ്വലിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് തെളിയിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് സപ്തേനെ കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ ഇൻടേക്ക് മുതൽ ഇതിന്റെ ജേർണി, അതായത് ഈ സപ്ത എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 7 ദിവസം അവസാനിക്കുന്നോടം വരെ അവർക്ക് ഉണ്ടാവുന്ന അവർ ഇമോഷണലി എത്രമാത്രം അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ അവരുടെ സ്കിൽ സെറ്റ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ കഴിവുകൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ട്രയൽ ആൻഡ് എറർ പോലുള്ള ഒരു പ്രോഗ്രാമാണ് സപ്ത എന്ന് പറയുന്നത്. എന്റെ റോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ എനിക്ക് അസൈൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ വോളണ്ടിയർ മാനേജ്മെന്റ്, ലൈക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ മാനേജ്മെന്റ്, അവർക്ക് വേണ്ടുന്ന റിസോഴ്സസ് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമ്മളൊരു ജേർണൽ, സപ്ത ജേർണൽ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് എന്നിവയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട റോളായിട്ട് സപ്തയിൽ വരുന്നത്. കാസർഗോഡ് സ്വദേശിയായ ടീം മെമ്പർ വിശാഖ്. ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് പോലെയാണ്. ഇൻട്രോവേർട്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതെനിക്ക് അയാൾ കൈയിട്ടല്ലോ അതിനുശേഷം ഞാൻ എങ്ങനെ അത് കഴിക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. പിന്നെ എനിക്ക് കൂട്ടുകാരുമാരില്ല, അതായത് ഒറ്റയ്ക്കൊരു ജീവിതം ഫേസ് ചെയ്യുന്നുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഒരാളോട്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് എനിക്കുണ്ടായി. എനിക്ക് ആരും അറിയില്ല എങ്ങനെ ഒരു ഏട്ടന്മാരോട് ചേച്ചിമാരോട് സംസാരിക്കണം. പിന്നെ എനിക്ക് പൊതുവെ ഗേൾസിനോടെല്ലാം മുണ്ടാൻ കുറച്ച് ഷൈയിലൊരു കരിയറാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത മീൻകറി എൻ്റെ വായിലേക്ക് വെച്ചിരുന്നതാണ് എനിക്ക് ഫയർപ്ലേസിൽ ആദ്യം ഒരു അനുഭവം ഉണ്ടായത്. ഇറക്കണോ തുപ്പണോ പറഞ്ഞൊരു അവസ്ഥ ഉണ്ട് എനിക്ക്. അവിടുന്ന് കിട്ടിയൊരു വൈബാണ് ഫയർപ്ലേസിലേക്ക് വളണ്ടിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നല്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോഴും ഓരോരോ ആൾക്കാരെ കാണുമ്പോഴും നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും. എന്നെപ്പോലുള്ള അങ്ങനെ കുറേ മാനസികമായിട്ടും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. എങ്ങനെ അവര് ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ എന്തായാലും ചേഞ്ച് കൊണ്ടുവരാം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാണ് ഈ സപ്ത ക്യാമ്പിൽ അവർ ഉദ്ദേശിക്കുന്ന വ്യക്തി വികസന ക്യാമ്പ് എന്ന് പറയും. യുവജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകി ജീവിത വിജയം കൈവരിക്കാൻ പ്രാപ്തരാക്കുന്നു ഇത്തരം ക്യാമ്പുകൾ. ഫയർഫ്ലൈസ് കോഫൗണ്ടർ ഗൗതം തുടരുന്നു. നമുക്കുള്ളതൊരു 3 കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ ആൾക്കാരിലേക്ക് എത്തുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഷോർട്ട് ടേം വോളണ്ടിയറിങ് ഈവൻസിലാണ്. അപ്പോൾ വോളണ്ടിയറിങ് ഈവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള NGOs ആയിട്ടും ഗവൺമെന്റൽ ഏജൻസീസ് ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് 1 day 2 day പ്രോഗ്രാംസ് ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ചെയ്തിരുന്നത് ഒരു ബഡ് സ്കൂൾ, അതായത് ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കിഡ്സ് പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ആർട്ട് വർക്ക്ഷോപ്പ് നടത്തി. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ കുറച്ച് യൂത്തിനെ കൊണ്ടുവരും. അതിൽ ചിലപ്പോൾ 10-15 പേരുണ്ടാവും, 25 വയസ്സിന് താഴെയുള്ള ആൾക്കാർ. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലേ മോഡലിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂത്തിനെ കൊണ്ടുവരുന്നു. നമ്മുടെ ഫോക്കസ് യൂത്തിന് അവിടെ ഒരു ആൾട്ടർനേറ്റീവ് എൻഗേജ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്.
അതേ സമയത്ത് അവർക്ക് അതൊരു എക്സ്പോഷറും പുതിയൊരു കാര്യം പഠിക്കാനുള്ളൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ സോഷ്യലി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുക, നമുക്ക് റിവാർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടുവരിക, പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം പുതിയ കഴിവുകളുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലുള്ള ഷോർട്ട് ടേം ഇവന്റ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഇൻഡെപ്തിലേക്ക് പോയിട്ട്, അതായത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സ്ട്രഗിൾസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. ചിലപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഗൈഡൻസ് വേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ വർക്ക്ഷോപ്സോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പാണ് സപ്ത. കാസർഗോഡിനെ അറിഞ്ഞുകൊണ്ട് സ്വയം അറിയാം എന്നുള്ളതാണ് സപ്തയുടെ ഒരു കോർ ടാഗ് ലൈൻ. സപ്തയിൽ നമ്മൾ കാസർഗോഡിൻ്റെ പല ഭാഗത്തേക്ക് യൂത്തിനെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോണ് മാറ്റി വെച്ചിട്ട് ചിമ്മിണിക്കൂട് എന്നുള്ള നമ്മുടെ ഒരു ഓഫീസ് സ്പേസ് ഉണ്ട്, ഈ വെന്യൂന്ന് ചിമ്മിണിക്കൂടിലേക്ക് എത്തുക ഗ്രൂപ്പായിട്ട്. അതിൻ്റെ ഇടയിൽ അവർക്ക് കുറച്ച് ടാസ്കും കൊടുത്തിട്ടുണ്ട്. 11 മണിക്കുള്ളിൽ ഇവിടെ എത്തണം. 500 രൂപയാണ് 5 പേർക്കുള്ള എക്സ്പെൻസ് ആയിട്ട് തരുന്നത്. ഈ പൈസ വൈസായിട്ട് യൂസ് ചെയ്യുക, പോകുന്ന വഴിക്ക് ഒരു സ്ട്രേഞ്ചറിനെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ കാസർഗോഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ പുതിയൊരു ലാംഗ്വേജ് എന്ന് ഒരു 15 വാക്ക് പഠിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ എക്സാമ്പിളാണ്. അപ്പോൾ ഇതുപോലുള്ള രീതിയിലാണ് നമ്മൾ സപ്ത പോലുള്ള ക്യാമ്പ്സ് ഡിസൈൻ ചെയ്യുന്നുള്ളത്. സംഘടന കോ ഫൗണ്ടർ നജീല. ഡിസ്കവർ യുവർ സെൽഫ് ആൻഡ് ഓൾസോ എക്സ്പ്ലോർ കാസർഗോഡ് എന്നുള്ളൊരു തീമിലാണ് ഈ സപ്താഹ 7 days ജേർണി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ടിസിപ്പൻസ് എന്നുള്ളത് അത്രയും നീഡി ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്തയിലേക്ക് നമ്മൾ കോൾ ഫോർ ചെയ്യുമ്പം തന്നെ 18 to 24 ഇയേഴ്സിലുള്ള യൂത്തിന് 7 day എക്സ്പീരിയൻഷ്യൽ വർക്ക്ഷോപ്പ്, ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കരിയർ ബ്രേക്ക് എടുത്ത ഒരാളാണോ, അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ഉള്ള ആളാണോ, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിന് എവിടെയെങ്കിലും ചലഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അതല്ല ലൈഫിൽ മൊത്തത്തിലൊന്ന് റീതിങ്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ആലോചിക്കുന്നവർക്കാണോ എന്നുള്ള പല ടാഗ് ലൈനിലാണ് സപ്തയെക്കുറിച്ച് പോകാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു, എനിക്ക് തോന്നുന്നു അറൗണ്ട് 100 to 150 അപ്ലിക്കേഷൻസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇൻടേക്ക് പാനലാണ്, 2 members അല്ലെങ്കിൽ 3 members അടങ്ങുന്ന പാനലാണ് ഈ ഓരോ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. പാലക്കാട് നിന്നും വന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ജുമാന. ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജിയിലെ 4th year സ്റ്റുഡന്റ് ആണ്. Day 1 തൊട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്താണെങ്കിലും ടീം മെമ്പേഴ്സിന്റെ ഭാഗത്താണെങ്കിലും നമുക്ക് യാതൊരു തരത്തിലുള്ള ജഡ്ജ്മെന്റ്സും ഇല്ലാത്ത വളരെ ഫ്രീ സ്പേസ്, അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്ന എന്തും അല്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാൻ തോന്നുന്ന എന്തും ഇവിടെ ചെയ്യാന്നുള്ളത് ഭയങ്കര ഫ്രീ ആണ്. ഫീൽ ഫ്രീ ടു എക്സ്പ്രസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ 7 days കിട്ടുന്ന എന്താ വെച്ചാൽ നമ്മൾ പല വർക്ക്ഷോപ്പും ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരു തീം ഉണ്ടാവും. ആ തീമിന്റെ ബേസിലായിരിക്കും ഇപ്പൊ 2 days ആയാലും 3 days ആയാലും പോവുക. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കൊരു 7 ക്യാമ്പ് അറ്റൻഡ് ചെയ്ത എഫക്ട് 7 ദിവസത്തിൽ കിട്ടും. കാരണം 7 ദിവസവും ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം അവർ ചെയ്യിപ്പിക്കുന്നത്. 2 ദിവസം മുന്നേ കാസർഗോഡത്തെ കൾച്ചറും കാര്യങ്ങളും അറിയാനുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതുപോലെ കൾച്ചറൽ സെഷൻസ് ഉണ്ട്, ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കും. ലിമിറ്റഡ് മെമ്പേഴ്സിനെയാണ് എടുക്കുന്നത്, പക്ഷെ ആ ലിമിറ്റഡ് മെമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സെഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഫൺ പാർട്ടിലൂടെ ഓരോ ഗെയിംസിലൂടെയൊക്കെ ആണെങ്കിൽ പോലും ഫണ്ണി ആയിട്ട് ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ്, എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം അതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ അതിലെന്ന് പറയുമ്പം ഞാൻ ഇതുവരെ ആ സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുമില്ല, ചെയ്തു നോക്കിയിട്ടുമില്ല. അപ്പൊ ഇവിടെ ചെയ്തു നോക്കിയ സമയത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ 18 to 24 ഇയേഴ്സിനിടയ്ക്കുള്ളവരാ വരുന്നത്. അപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡിലും അതുപോലെ ഓരോ ഏജിലും നമ്മൾ സഫർ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തിട്ടില്ല, അതിലൊക്കെ ഇനിയും റീസ്ട്രക്ചർ ചെയ്യാനുണ്ട് എന്നുള്ളൊരു സംഭവം ആ ഒരു ഇൻസൈറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ക്യാമ്പിൽ പങ്കെടുത്ത അഭിരാം. കാഞ്ഞങ്ങാട് സ്വദേശിയാണ് അഭിരാം. ഞാൻ ഇപ്പോൾ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG ചെയ്യാണ് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൽ. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഫിസിക്കൽ എനിക്ക് ഭയങ്കരമായിട്ട് കഴിവുണ്ടെന്ന്, മീൻസ് അത്യാവശ്യം ഞാൻ അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയ ശേഷം ഫിസിക്കലായി നമ്മൾ ഫിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ അതിന് 5 ബേസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് മുസഫിർ സാർ പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ എത്രത്തോളം ഞാൻ മികച്ചതാവണം, എത്രത്തോളം ഞാൻ ബാക്കിലോട്ടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി.
പിന്നെ കോഡ് ഓഫ് കണ്ടക്ട്, അതുപോലെ തന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു. ഒരു ചെറിയ സെക്ഷൻ. അതിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്കിത് ഇറിറ്റേഷൻ ആണ്, ഇത് ഇറിറ്റേഷൻ അല്ല, ഓക്കെ, ആ ഒരു ഫീൽഡിൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചത്. ആദ്യം പറയാൻ നമുക്കൊരു മടി ഉണ്ടാവുമെങ്കിലും അവർ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു പറയാനുള്ള മോട്ടിവേഷനൊക്കെ തന്ന് നമ്മൾ സെറ്റ് ആയിക്കോളും. സൽവ മാമിന്റെ ഒരു സെക്ഷൻ ആയിരുന്നു സോഷ്യൽ സ്കിൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ടീം ഓരോ പേഴ്സണായിട്ട് അകത്തും പുറത്തായിട്ട് ചേർട്ട് ഇരുത്തി, എന്നിട്ട് ഞങ്ങളെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച ലൈഫിലുണ്ടായി. അപ്പോൾ അത് നമ്മൾ അവരോട് പറയുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ലിസണേഴ്സ് കുറവാണ്, നമുക്ക് കേൾക്കാനുള്ള ആളില്ല. അപ്പോൾ ആ കേൾക്കാനുള്ള ഒരാളെ നമുക്ക് അവിടെ കിട്ടി. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനും പറ്റി, അവരുടെ എങ്ങനെയുള്ള ജീവിതങ്ങളാണൊക്കെ അറിയാൻ പറ്റി. അതൊരു അടിപൊളി സെഷൻ ആയിരുന്നു. ഫയർഫ്ലൈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോ ഫൗണ്ടർ PC അർഷിൽ തുടരുന്നു. ഇവിടെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന സെഷൻസ് എന്ന് പറയുമ്പോൾ ഈ 7 ഡേ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൂടുതലും ലൈഫ് സ്കിൽസ് ആണ്. ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ് വിത്ത് അവരൊന്ന് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനോട് കൂടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം കൊടുത്തത് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. നമുക്കറിയാം ഒരാളെ ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് അവനവനെ കുറിച്ച് അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അനാലിസിസും വിവിധ ആക്ടിവിറ്റീസിലൂടെയാണ് ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ്. അതിൽ നമുക്ക് കോപ്പിംഗ് വിത്ത് ഇമോഷണൽ സ്ട്രെസ്സൊക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന ലെവലിലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അതൊക്കെ സിന്ധു എന്ന് പറയുന്ന ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ മികച്ച രീതിയിൽ കേരളത്തിലെ ഏറ്റവും നല്ല റിസോഴ്സ് പേഴ്സൺസ് ആണ് ഇവിടെ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പം ഇവർക്കും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൾണറബിലിറ്റീസ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരങ്ങനെ വൾണറബിൾ ആവാനുള്ള കാരണം സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകളാണ്. അവരുടെ ഫാമിലിയിൽ നിന്നുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം. അവർക്ക് NSSന്റെ ക്യാമ്പിന് പോലും ചിലപ്പോൾ സ്കൂളിൽ നിന്നോ ക്യാമ്പസിൽ നിന്നോ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഈ ക്യാമ്പ് കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയായ ഫയർഫ്ലൈസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് സപ്ത 2.0 ശബ്ദചിത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. നിർവഹണം H. വിനോദ് ബാബു.